അബൂ ഇസ്ഹാഖുൽ ഫസാരി റഹിമഹുല്ലാ മഹാനവറുകൾ ഏത് വിഷയം തീരുമാനിക്കുകയോ ഇറങ്ങി പുറപ്പെടുകയോ ചെയ്യുമ്പോൾ ഒരു വിവാഹ നിശ്ചയം നടക്കുകയാണ്, ഒരു കച്ചവടം തുടങ്ങുകയാണ്, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്, കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുകയാണ്, അവരെ കോളേജിൽ കൊണ്ടുപോയി ആക്കുകയാണ്, യാത്ര അയക്കുകയാണ്, നിങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്, ഒരു തീരുമാനമെടുക്കുകയാണ്, എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും മഹാനായ അബൂ ഇസ്ഹാഖുൽ ഫസാരി തങ്ങൾ പറയും, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഇല്ലാ അസമ അലയ്യ റുഷ്ദ്, അല്ലാഹു ആ വിഷയത്തിലെ ഏറ്റവും മനോഹരമായ വിധി, ആ വിഷയത്തിലെ മനോഹരമായ തീരുമാനം, ആ വിഷയത്തിലെ ഏറ്റവും നല്ല നിലപാട് സ്വീകരിക്കാൻ അല്ലാഹു എന്നെ സഹായിക്കാറുണ്ട് എന്ന് അബൂ ഇസ്ഹാഖുൽ ഫസാരി തങ്ങൾ പറയുന്ന വാക്കിതാണ്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്. അല്ലാഹുവേ, എല്ലായിടത്തും നന്മ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രശ്നങ്ങളെ പരിഹരിക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅത്. ദുനിയാവിൽ അങ്ങനെയാവണം. ഏത് മീറ്റിങ്ങും, ഏത് പ്രസ്താവനയും, ഏത് പത്രസമ്മേളനമാവട്ടെ, ഏത് ഒരുമിച്ച് കൂടലാവട്ടെ, ഏത് മെസ്സേജുകളാവട്ടെ, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ്, അതിൻ്റെ പിറകിൽ ഒരു നന്മയെ ഉദ്ദേശിക്കാൻ പാടുള്ളൂ. ഫിത്നയോ വിഘടനമോ തെറ്റിപ്പിരിയലോ അടിച്ചുപിരിയലോ ഇതൊന്നും ഒരിക്കലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരിടത്തേക്ക് നടന്നു പോവുക പോലും ചെയ്യരുത്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ്, അല്ലാഹുവേ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് മാത്രമാണ് റബ്ബേ ഞാൻ ഉദ്ദേശിക്കുന്നത്. മസ്തതഅതു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനു തന്നെയാണ് പരിശ്രമിക്കുക. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, എൻ്റെ എല്ലാ തൗഫീഖും സൗഭാഗ്യവും റബ്ബേ നീയാണ് നൽകുന്നത്. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്.